ഖത്തറിനും പലസ്തീനും ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഉച്ചകോടി പ്രഖ്യാപിച്ചു. GCC രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കാണും എന്ന് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ വ്യക്തമാക്കി. 48 മണിക്കൂർ നീണ്ടുനിന്ന ദോഹ ഉച്ചകോടി അംഗീകരിച്ച പ്രമേയത്തിലാണ് ഇസ്രയേലിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത്. പലസ്തീനെ പ്രത്യേക രാജ്യമായി അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാകണം. ഇതിന് UN സുരക്ഷാ കൗൺസിലടക്കം ഇടപെടണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 9 ദോഹയിലുണ്ടായ ഇസ്രയേൽ ആക്രമണം നീതീകരിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രയേൽ പാലിക്കുന്നില്ലെന്നും 57 രാജ്യങ്ങളിലെ ഭരണതലവന്മാർ പങ്കെടുത്ത ഉച്ചകോടി വിമർശിച്ചു. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ ഭാഗമായി ഗൾഫ് കോപ്പറേഷൻ കൗൺസിലും പ്രത്യേക യോഗം ചേർന്നു. GCC രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമാണെന്നും ഭീഷണികളെ ഒരുമിച്ച് നേരിടുമെന്നും GCC കൗൺസിൽ വ്യക്തമാക്കി. ഇസ്രയേലിനെതിരെ സംയുക്ത പ്രതിരോധം തീർക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഇതിനായി GCC ഡിഫൻസ് കൗൺസിലും സുപ്രീം മിലിറ്ററി കമ്മിറ്റിയും അടിയന്തര യോഗം ചേരും. ദോഹയിൽ നടക്കുന്ന ഈ യോഗത്തിൽ GCC രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പ്രതിരോധിക്കാനുള്ള നടപടികൾക്ക് രൂപം നൽകും. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ അധ്യക്ഷതയിലായിരുന്നു ദോഹ ഉച്ചകോടി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.